പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മെയ് 30 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ. നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞ അള്ളസിൻ്റെ കർത്താവ് നിന്റെ വഴിയാത്ര നിനക്ക് മുമ്പേ പോവുകയും ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നിൻ്റെ വഴിയാത്ര നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയായി പൂരിതമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ
തുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സംസാരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മ നിറയട്ടെ, നീ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പരിശുദ്ധാത്മ നിറയട്ടെ. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല, നീ പോകേണ്ട ഒരു പുതിയ വഴി ഞാൻ നീ നയിക്കുന്നല്ല ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നീ പോകുന്ന വഴിക്ക് നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിനക്ക് കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴിയാത്രയിൽ സമാന്തരമായിട്ട് യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. നീ ജീവിതത്തിലെ സന്തോഷത്തോടെ ആർഭാടത്തോടെ കൊയ്തക്കറ്റയുമ തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായ സിലുവയുടെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനതകൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണ്, എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവയാണ് പറയണത്. എന്താണ്? നിങ്ങൾ പിറുപിറുക്കരുത്, പിന്നെന്താണ്? മത്സരിക്കരുത്. അതായത് പിറുപിറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. അതുപോലെ മത്സരിക്കണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം. അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും. അതായത് പുറപ്പാട് 15:24 ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല. അപ്പോൾ ജനം പിറുപിറുത്തു. ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം. അനുഭവിക്കാൻ യോഗ്യതയില്ല അവന്മാരെ. പിറുപിറുത്താൽ മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും. നിസ്സാരമല്ലേ പിറുപിറുപ്പേ. മത്സരം അങ്ങനെയാണ്. നമുക്ക് ജോലി കിട്ടും, നമ്മൾ കല്യാണം കഴിക്കും, പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല. മക്കളുണ്ടാവും, അവരെ നമ്മൾ അനുസരിക്കത്തില്ല. എന്താണ്? ദൈവത്തോടുള്ള മറുതലിപ്പാണ്. നിയമാവർത്തനം 9:7 നിങ്ങൾ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ചില ആൾക്കാർ കർത്താവിനെ മത്സരിക്കുക, പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടണത്. പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടണത്, പ്രാർത്ഥനയിലേക്ക് കിട്ടുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. ചില ആൾക്കാർ 2 വെള്ളിക്കും ചവിട്ടും. നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ചു പോയാൽ അവർക്ക് കിട്ടിയല്ല, ഇവർക്ക് കിട്ടിയല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്, അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത്, എന്നിട്ട് അവർ ക്യാനഡായി പോയല്ലോ, ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് മറുതലിപ്പെന്ന് പറയണത്. മറിച്ച് നമുക്കറിയില്ല, ഉടമ്പടിയുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ ദൈവം തന്നെയാണ് ഉടമ്പടി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മറുതലിച്ചുകൊണ്ടേയിരിക്കും ചിലരെ. ദൈവത്തോടുള്ള മറുതലിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണത്, ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ, അന്ന് മൈക്കില്ലല്ലോ. അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 50 പേരോട് പറഞ്ഞിട്ട് 50 പേര് മറ്റ് 50 പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് 50 പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം പ്രസംഗിക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരാണ് മറുതലിപ്പുകാർ, പുറകെ നിൽക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ, വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരിക എന്ന് പറയും. അത് വചനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതലിക്കുന്നു. അപ്പോൾ ഈ ആരാണ് മറുതലിക്കണത്? സുഭാഷിതങ്ങൾ 18:1 വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. അപ്പോൾ ഈ മറുതലിപ്പ് മനസ്സിലായില്ലേ? വേറിട്ട് നിൽക്കുന്നവനാണ് മറുതലിച്ച് നിൽക്കുന്നത്. ഈ ദൈവത്തോട് ഈ പുറപ്പാട് യാത്രയിൽ മറുതലിപ്പ് ഉണ്ടായിരിക്കുന്ന ആരിൽ നിന്നാണ്? വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കണത്. മോശസ് പറയുമ്പോൾ വേറെ വല്ല കാര്യം പറഞ്ഞുകൊണ്ട് പുറകിൽ കൊണ്ട് കുത്തിരിക്കും.
ഗ്രൂപ്പ് കൂടി കുറിം കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാ മറുതലിച്ചിരുത്. എന്ത് പറ്റി? മരുഭൂമി മരിച്ചു വീണ് അവന്മാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം, അവരുടെ മക്കള് വാഗ്ദാന നാട് പ്രവർത്തിക്കുന്നത്. അപ്പം മറുതലിപ്പത്തെ നല്ല സുഖമുള്ള ഏർപ്പാടല്ല. വേറിട്ട് നിൽക്കാൻ നിൽക്കണം. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.